ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ജാനൂസ് നാടൻ കിച്ചൻ. വിഷു ഒക്കെ വരാറായില്ലേ, അതുകൊണ്ട് നമുക്കിന്നൊരു കുക്കുംബർ പച്ചടി തയ്യാറാക്കാം. കുക്കുംബർ നമ്മൾ പതിവായി കഴിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങളാണ് ഉണ്ടാക്കുന്നത്. എത്ര തന്നെ നമ്മൾ കുക്കുംബർ കഴിച്ചാലും ഷുഗറോ കൊളസ്ട്രോളോ ഒന്നും തന്നെ കൂടുന്നില്ല. കുക്കുംബറിൽ 95% വെള്ളമാണ്. അത് നമ്മുടെ ശരീരത്തെ തണുപ്പിക്കുകയും ദഹനത്തെ സഹായിക്കുകയും ചെയ്യും. വരണ്ട ചർമ്മത്തെ പുനരുജ്ജീവിപ്പിക്കാനുള്ള കഴിവ് കുക്കുംബറിനുണ്ട്. കൂടാതെ ഇതിൽ 2% ഫൈബറും ധാരാളം വൈറ്റമിൻസും അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ എ, വൈറ്റമിൻ ബി, B1, B6, പൊട്ടാസ്യം, മഗ്നീഷ്യം, കാൽസ്യം, വൈറ്റമിൻ കെ എന്നിവയൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഇതിൽ വൈറ്റമിൻ കെ, മഗ്നീഷ്യം, പൊട്ടാസ്യം എന്നിവ ഹൃദയത്തിൻ്റെ ശരിയായ പ്രവർത്തനത്തിന് അത്യന്താപേക്ഷിതമായ പോഷകങ്ങളാണ്. ഇനി നമുക്ക് പച്ചടി തയ്യാറാക്കാൻ വേണ്ടി ഒരു വലിയ വെള്ളരിയുടെ പകുതി തൊലി കളഞ്ഞ് ചെറുതായി അരിഞ്ഞെടുക്കാം. ഇത് ഇനി ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. മൺചട്ടിയാണ് പച്ചടി ഉണ്ടാക്കാൻ ഏറ്റവും ബെസ്റ്റ്, അതുകൊണ്ട് മൺചട്ടി തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു പച്ചമുളക് ചെറുതായി ഒന്ന് കീറിയിട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് ഇത് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഉള്ള ഇൻഗ്രീഡിയൻസ് പച്ചമുളക്, ഇഞ്ചി, കടുക് എന്നിവ ചതച്ചെടുക്കണം. അതുപോലെ തന്നെ അരമുറി തേങ്ങ നല്ല സ്മൂത്തായി അമ്മിക്കല്ലിൽ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ തേങ്ങ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് തിള വന്നതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് നമുക്ക് ഇനി തൈര് ഒഴിച്ചു കൊടുക്കാം. തൈര് നല്ലോണം ഉടച്ചെടുത്തതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് നമ്മുടെ ചതച്ചെടുത്ത ഇഞ്ചി, പച്ചമുളക്, കടുക് എന്നിവയാണ്. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില ഇതിലെ പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഏകദേശം നമ്മുടെ പച്ചടി റെഡിയായി. ഇനി ഒരു വറവ് കൂടി ഇട്ട് കൊടുത്താൽ പച്ചടി റെഡിയായി. ഇനി കടുക്, വറ്റൽമുളക് 2-3 വറ്റൽമുളക് എടുക്കണം, എന്നാലേ നല്ല എരിവുണ്ടാവും. കറിവേപ്പില, കടുക് എന്നിവ ഉപയോഗിച്ച് നന്നായി ഒരു വറവിട്ട് കൊടുക്കാം. നമ്മുടെ പച്ചടി റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.